സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 15. സോ അങ്ങനെ 15ാമത്തെ എപ്പിസോഡായി. സോ കഴിഞ്ഞ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ട് ഇവിടെ ഒരു സൂപ്പർ സ്മെൽറ്റർ സെറ്റാക്കിയായിരുന്നു. അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ മേലോട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടി എഴുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ ഈ കത്തിക്കാൻ വേണ്ടിയുള്ള ഫ്യൂവൽ ഒട്ടുമില്ല, കുറേ അങ്ങ് പോവാണ്. സോ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു ഓട്ടോമാറ്റിക് ഫ്യൂവൽ ഫോം സെറ്റാക്കാൻ പോവുകയാണ്. സോ അതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. അതിന് ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് എനിക്കറിയാം നിങ്ങൾ ചാനൽ സബ് ചെയ്തിട്ടില്ലെന്ന്. സോ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഓക്കെ, സോ കഴിഞ്ഞതിൻ്റെ ഏതൊരു എപ്പിസോഡ് നമ്മൾ ഇവിടെ ഒരു കെൽപ്പ് ഫാം ഒക്കെ സെറ്റ് ആക്കിയായിരുന്നു. സോ ഇതേ സംഭവം നമുക്ക് അവിടെ പണിഞ്ഞേക്കാൻ പറ്റത്തില്ല, കാരണം മെയിനായിട്ട് ഇതൊരു ഗ്ലിച്ച് വെച്ചാണ് വർക്കാകുന്നത്. സോ ഈ ഗ്ലിച്ച് വെച്ച് വർക്കാകുന്നതുകൊണ്ട് നല്ല ലാഗ് അടിക്കാനും, പിന്നെ ഈ സംഭവം പിന്നെ ഓൺ ആക്കിയിട്ട് പോയാൽ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ ഇത് ബ്രേക്ക് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇതെന്തായാലും എനിക്ക് അവിടെ പണിഞ്ഞേക്കാൻ പറ്റത്തില്ല. ശരിക്കും ഈ ഫാം പണിയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല, എന്നാലും എനിക്ക് പണിയണം. അതങ്ങനെയാണ്, എനിക്ക് പണിയണം എന്തായാലും. സോ ഇത്ര നാളും ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ വേറൊരു കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ ഇത്ര നാൾ ഇവിടെ ഇരുന്ന് ഞാൻ കാണിച്ചാലേ വേണ്ട, ഇവിടെ ഇത്രയും വലിയൊരു കുഴി വെട്ടുകയായിരുന്നു. സോ ഇത്രയും വലിയ കുഴി വെട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഫാം പണിയാൻ പോകുന്നത്. സോ അതിൻ്റെ കുറേ കളച്ചൊക്കെ ഒരു സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് വെച്ചായിരുന്നു, കുറേ തീർന്നത്. കാരണം ഞാൻ ഇതിന് വേണ്ടി ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയാണ്. സോ ഇത്ര സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ട ഇവിടെ കുറച്ച് ഒരു കേവ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് സ്റ്റോൺ വെച്ചൊന്ന് മൂടണം. സോ അതും കൂടെ ഒന്ന് മൂടട്ടെ. സോ ഗ്രാനൈറ്റ് എടുക്കാം കേട്ടോ. സോ എന്തായാലും ഞാൻ ഇതൊന്ന് മൂടിയിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം മൂടി വെച്ചിട്ടുണ്ട്. വലിയ പണിയുടെ ആവശ്യമൊന്നുമില്ല, ചെറിയൊരു പണിയുള്ളായിരുന്നു. സോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഈ പണിയുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് ഇനി കണ്ടിട്ട് വാ.
ആഫ്റ്റർ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ ഫാം ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ച് ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ കെൽപ്പ് ഫാം. സോ ഇത്രയും വലിയൊരു ഫാമാണ് ഇതിനകത്ത് പണിഞ്ഞേക്കുന്നത്. സോ ഇതിൻ്റെ മേളിൽ കയറി കാണിച്ചാൽ ഈ ഫാം ഞാൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ടില്ല, ഇതൊന്ന് ഓഫാക്കി വെച്ചേക്കാണ്. സോ ഇതൊന്ന് ഓൺ ആക്കണം. സോ അത് ഓണായി കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആയിക്കോളും. സോ ഇത് പണിയാൻ വേണ്ടി കുറേ നേരം എടുത്ത്, പ്രത്യേകിച്ച് ഈ സൈൻ ബോർഡും വാട്ടറൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, വേറെ വിഷയമൊന്നുമില്ല. സോ ഇത് ബെഡ്റോക്കി വർക്കാവുന്ന രീതിയിലാണ് ഞാൻ പണിഞ്ഞേക്കുന്നത്. ജാവയിൽ ഇത് വേറെ രീതിയിലാണ് പണിയേണ്ടത്. സോ പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. അതുകൊണ്ട് ഇവിടെ നിന്ന് സംഭവം എല്ലാം ഒഴുകി വന്ന് കെൽപ്പൊക്കെ പൊട്ടി നേരെ വന്ന് ഈ ഒരു സംഭവത്തിലേക്കായിരുന്നു വീഴുന്നത്. സോ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്കൊക്കെ തന്നെ സെറ്റാക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത്. സോ സ്മെൽറ്റ് ചെയ്യുന്നത് ഡ്രൈഡ് കെൽപ്പൊക്കെ സെറ്റാക്കുന്നത് ഇതിനകത്താണ്. സോ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ, ഞാൻ ലേശം ട്യൂട്ടോറിയലും നോക്കി, പിന്നെ കുറച്ചൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട വന്നു ഇതിൽ നിന്ന്. ബിക്കോസ് ഈ ട്യൂട്ടോറിയൽ നോക്കിയത് ജാവ മാത്രം വർക്കാവുന്ന രീതിയിലാണ്. പിന്നെ കുറച്ചും കൂടെ ഒന്നും മാറ്റം വരുത്തി ഞാൻ ഇപ്പം ബെറ്ററൊക്കെ വർക്കാക്കുന്ന രീതി സെറ്റാക്കിയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ശരിക്കും ആ വീഡിയോക്കകത്ത് ഇതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒരേ ചെസ്റ്റ് ആയിരുന്നു. സോ അതിനെ ഞാൻ വീണ്ടും കൂടെ ഒന്ന് മാറ്റി ഇപ്പം ഔട്ട്പുട്ട് നേരെ ഇങ്ങോട്ടും ഇൻപുട്ട് അങ്ങോട്ടും ഒക്കെ അങ്ങനെയൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. സോ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, സോ നമുക്ക് ഇതൊന്ന് ഈ ഫാം ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടില്ല, അതാണ് വേറെ ഒരു കാര്യം. സോ ഇതൊന്ന് നമുക്ക് സ്റ്റാർട്ടാക്കണം. സോ അതിന് വേണ്ടി ഈ ഒരു ചെസ്റ്റിനകത്ത് നമുക്ക് ഈ കെൽപ്പൊക്കെ ഒന്ന് ഇടണം, ഒരു 10-20 സ്റ്റാക്ക്. ഇതൊരു ബഫറിലാട്ടോ വർക്കാവുന്നത്. സോ ഇതൊരു 6 സ്റ്റാക്കെങ്കിൽ ഈ ചെസ്റ്റിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി താഴേക്ക് സ്മെൽറ്ററിലേക്ക് പോകത്തുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. സോ ഇനി നമുക്ക് ഇതൊന്ന് ക്വിക്ക് സ്റ്റാർട്ട് ആക്കണേ, കോള് കുറച്ച് ഇടണം. സോ ഞാൻ എന്തായാലും ഈ ഒരു ഹോപ്പറിയിലാണ് ശരിക്കും ഇടേണ്ടത്, പക്ഷേ ഞാൻ ഒന്ന് മാറ്റി ഈ ഹോപ്പറിലേക്ക് മാറ്റിയിടുവാണ്. സോ ഈ ഹോപ്പറിൽ ശരിക്കും ഇട്ടാൽ മതി, എന്നാലും എനിക്ക് ചെറിയ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ എഡിറ്റ് ചെയ്തതായതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങോട്ട് അങ്ങ് മാറ്റിയേക്കുവാണ്. സോ എന്തായാലും ഈ ഒരു ഫുള്ള് ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. സോ ഇനി ഇതേണ്ട ഈ കോളൊക്കെ കത്തി തീരണം. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി വർക്കാകേണ്ടതാണ്. സോ ഇനി വേറെ ഒന്നും ഇവിടെ അല്ല, ഈ കുറച്ച് കെൽപ്പും കൂടെ ഉണ്ട്. സോ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത്, നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ആ ഹോപ്പർ നമുക്കൊന്ന് ലോക്ക് കാണാം. അതുകൊണ്ട് നമുക്ക് ഈ സോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു 2 ഹോപ്പർ നമുക്കവിടെ ഇത് ചെയ്യാനുണ്ട്, ലോക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 8 ഇത് സെറ്റാക്കണം, 8 സോർട്ട് ചെയ്യാൻ പറ്റാത്ത ഐറ്റം ഒക്കെ. സോ ഞാൻ ഇപ്പോൾ ഒരു 8 സോർട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ വുഡൻ സോഡ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, കാരണം ഇത് നമ്മൾ സ്മെൽറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇടുന്നത്, ലോക്ക് ചെയ്ത് ഇടുന്നത്. അതുകൊണ്ട് വുഡൻ സോഡൊക്കെ വെച്ചാൽ വുഡൻ സോഡ് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ കോളൊന്നും മാറ്റിയിട്ട് അതാണ്ട് ഡ്രൈഡ് കെൽപ്പ് വന്നു. സോ ഇത് ഈ ഫാമിൽ നിന്ന് വന്നതല്ല, നമ്മളൊരു ഇൻപുട്ടായിട്ട് കുറച്ച് 6 സ്റ്റാക്ക് ഇതിട്ട് കൊടുത്തതെന്ന് ഇത് കെൽപ്പ്. സോ അതിൻ്റെ നിന്ന് വന്നതാണ്. സോ ഇതേപോലെയാണ് ഇങ്ങനെ വരുന്നത്. സോ ഇതൊരു 3 സ്റ്റാക്ക് ഇതിൽ വന്ന് നിറഞ്ഞാലേ നമ്മുടെ ആ സ്മെൽറ്ററിലേക്ക് പിന്നെ തന്നെ പോകത്തുള്ളൂ, അത് വേറെ കാര്യം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഇതൊന്ന് ഇടട്ടെ. സോ ഇപ്പോൾ ഇത് ലോക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വേറൊരു ഇതും കൂടെ ഉണ്ട്. സോ അതും കൂടെ നമുക്കൊന്ന് ലോക്കാണ്, അതിന് വേണ്ടി ഇതൊന്ന് പൊട്ടിച്ച് താരയ്ക്ക് പോവേണ്ടി. സോ ഇതാണ് രണ്ടാമത്തെ ഹോപ്പർ. സോ ഇതിലേക്ക് വേണ്ട ഇതൊന്ന് ലോക്കാകണം, പക്ഷേ ഇതിപ്പോൾ ഇടണമെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് ഇടേണ്ട ഇപ്പം ആവശ്യമില്ല, കാരണം നമുക്കിതൊന്ന് നിറയണം. സോ ഇവിടെ കുറേ സംഭവമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അധികം കണ്ടാൽ മനസ്സിലാകത്തില്ല. ഇത് ട്യൂട്ടോറിയൽ വീഡിയോ നോക്കിയാണ് ഞാൻ കുറേ പണിഞ്ഞെങ്കിലും കുറേ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഇത് ബെറ്ററൊക്കെ വർക്കാകുന്നത്. സോ ഇവിടെ വന്ന് ഇപ്പം നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ? സോ ഇനി വിഷയമില്ല. സോ ഇതിപ്പം നിറയാൻ കാരണം എന്ന് വെച്ചാൽ, ടോർച്ച് മാറ്റട്ടെ, അപ്പുറത്തേനകത്ത് നമ്മൾ കോള വെച്ചുകൊണ്ടാണ്. സോ ആ കോള് തീരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഡ്രൈഡ് കെൽപ്പ് അപ്പുറത്തെ ഹോപ്പറിൽ പോകും. സോ പിന്നെ അവിടെ നിന്നായിരിക്കും നമ്മൾ ഈ കെൽപ്പ് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ സ്ഥലത്തേക്ക് ഫ്യൂവലായിട്ട് പോകുന്നത്. സോ അങ്ങനെ ഇവിടെയും അവിടെ എല്ലാം നിറഞ്ഞു വരുമ്പോൾ ബാക്കി വരുന്നതെല്ലാം നമ്മുടെ ആ സ്മെൽറ്ററിലേക്ക് പോകും. സോ അങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. സോ ഇപ്പം ഞാൻ ഇവിടെ അയൺ സോഡ് വെച്ചിട്ടുണ്ട്. സോ ഇനി ഇവിടെ വിഷയമില്ലായിരിക്കും. സോ ഇനി ചെയ്യേണ്ടത് വെയിറ്റിംഗ് ആണ്. ഒരു 1.5 മണിക്കൂർ മിക്കവാറും വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, കാരണം ഒരു 3-3.5 സ്റ്റാക്ക് നമുക്ക് ഉണ്ടാക്കണം ഡ്രൈഡ് കെൽപ്പ്. സോ പിന്നെ വേറൊരു കാര്യം, പെട്ടെന്ന് നിങ്ങൾക്ക് സ്മെൽറ്ററിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 9 ഒരു 18 20-24 സ്റ്റാക്ക് കെൽപ്പിനെ നിങ്ങൾ ഇത് പണിയുന്നതിന് മുമ്പേ സ്മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്ക് ഉണ്ടാക്കി നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള സ്മോക്കറിലും ഈ 2 ചെസ്റ്റിലും വെച്ച് അങ്ങ് നിറച്ചാൽ മതി, എന്നിട്ട് ലോക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു വിഷയമില്ല, പിന്നെ ഉണ്ടാകുന്ന എല്ലാ കെൽപ്പും നേരെ സ്മെൽറ്ററിലേക്ക് പോയിക്കോളും. സോ ഞാൻ എന്തായാലും അതിവിടെ ചെയ്യുന്നില്ല. സോ അത് കുറേ ടൈം എടുക്കും. സോ എന്തായാലും ഇവിടെ ബാക്കിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി ഇതെല്ലാം മൂടട്ടെ. സോ ഇനി നമുക്ക് നമ്മുടെ ഫാമും കൂടെ ഓണാക്കാൻ ഉണ്ട് കേട്ടോ, അത് നമ്മൾ ഓണാക്കിയില്ല. സോ ഇപ്പോൾ നമ്മൾ ഈ സ്മോക്കർ മാത്രം ഓണാക്കിയിട്ടുള്ളൂ.
സോ ഇതെല്ലാം മൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബ്ലോക്കും കൂടെ വേണം, അത് വിഷയമില്ല. ഞാൻ എന്തായാലും ബാക്കി വന്ന കുറച്ച് കെൽപ്പും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് മാറ്റി വെച്ചാൽ. സോ ഇതെല്ലാം ഇതിനകത്ത് തന്നെ അങ്ങ് ഇട്ടേക്കാം, വിഷയമില്ല. സോ ഇതെന്തായാലും ഇവിടെ നിന്ന് ആകട്ടെ. എന്നിട്ട് ഇതൊന്ന് മുഴട്ട് നമ്മുടെ മെയിൻ ഫാം നമ്മളിപ്പോൾ ഓണാക്കിയതാണ്. അല്ലാതെ കെൽപ്പ് പെട്ടെന്ന് കിട്ടാനുള്ള ഈ വലിയ ഫാം നമുക്ക് ഇനി ഓണാക്കണം. അത് വലിയ പണിയില്ല, അത് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കുന്നേ ഉള്ളൂ. കോപ്പ് ഞാനിവിടെ സ്കഫോൾഡിങ് വെച്ചിട്ട് ഞാൻ അവിടെ ബ്ലോക്ക് വെച്ച് കയറും, എന്നെ പൊട്ടാനാ ഞാൻ. സോ നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് സോ ഇവിടുത്തെ ഈ ആദ്യത്തെ ഭാഗത്തുള്ള റോയിലുള്ള ഈ ഭാഗത്തേയും കെൽപ്പങ്ങ് പൊട്ടിക്കുക. അപ്പം തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി എല്ലാം വർക്കായി മേളിലേക്ക് വെക്കോളും. സോ ഇനി ഇത് നേരെ ഗ്ലോസ് കുട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ ഇനി ഇതെല്ലാം നേരെ അങ്ങോട്ട് ഒഴുകി പോയിട്ട് നമ്മുടെ ആ മെഷീനിലേക്ക് വന്നോളൂ, മെഷീനിലേക്കല്ല സ്മോക്കറിലേക്ക്. സോ ഇവിടെ ഒന്ന് കാണാൻ അതേണ്ട ഇങ്ങനെ അങ്ങ് വീണ ചെസ്റ്റിലേക്ക് നിറഞ്ഞോളും, വേറെ വിഷയമൊന്നുമില്ല. സോ എല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് ഒരു ലെയറും കൂടെ ഓണാക്കാനുണ്ട്. ഇപ്പോൾ ഒറ്റ ലെയറേ ഓണാക്കിയിട്ടുള്ളൂ. സോ അതിൻ്റെ നമ്മൾ 2 ലെയറായിട്ടാണ് ഇത് പണിഞ്ഞേക്കുന്നത്. സോ ഇതിനെ പോകത്തെ അത് പയ്യെ പോകുന്നതാണ്, വിഷയമൊന്നുമില്ല. സോ നേരെ ചാടുക, എന്നിട്ട് ഈ മേളത്തെ ലെയറിലെ 2 എണ്ണം കൂടെ അങ്ങ് പൊട്ടിക്കുക. സോ ലെറ്റ്സ് ഗോ. പിന്നെ ഞാൻ ഇപ്പം പൊട്ടിച്ച സ്ഥലത്ത് നിങ്ങൾ കെൽപ്പ് വീണ്ടും വെക്കാൻ മറക്കരുത് കേട്ടോ. സോ അതും കൂടെ വെക്കണം. സോ ഞാൻ ഇതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഓക്കെ, എല്ലാം വീരുന്നുണ്ട്. കണ്ട എല്ലാം വീരുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. സോ ഇനി ഇതെല്ലാം തന്നെയായിട്ട് അങ്ങ് വർക്കായിക്കോളും, വേറെ ഒരു വിഷയമില്ല. നമ്മുടെ വീട്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് AFK നിൽക്കേണ്ട ആവശ്യമില്ല. സോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് വയ്യ, ബിഗ് ബ്രെയിൻ ECC പോയി, അല്ലാതെ പിന്നെ ഏതാ. സോ നമുക്ക് പറ്റുവാണ് നമ്മുടെ ആ സ്മെൽറ്ററും കൂടെ ഒന്ന് ഓട്ടോമാറ്റിക് ആക്കുന്ന രീതി സെറ്റാക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെ ഇവിടുത്തെ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. എത്ര നാളത്തെ പരിപാടി എന്നറിയാമോ? സോ അതെന്തായാലും ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി പിന്നെ ഇത് കാണിച്ചില്ല. സോ ഇവിടെ നിന്നാണ് കേട്ടോ ഈ സംഭവം എല്ലാം വരുന്നത്. ട്രൈഡ് കെൽപ്പ് നേരെ വന്ന് ഈ ഹോപ്പറിലേക്ക് നേരെ ഫ്യൂവലിൻ്റെ സംഭവത്തിലേക്ക് പൊക്കോളും. സോ അതിനകത്ത് 2 സ്റ്റോൺ ഉണ്ട്, അത് മാറ്റട്ടെ. സോ അങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി ഇത് പയ്യെന്നറിയത്തുള്ളൂ, സമയമായിട്ടില്ല. സമയമാകാൻ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അത് വിഷയമില്ല, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഗെയിമിൽ കയറുമ്പോഴോ അല്ലേ നമ്മൾ ഇനി റെക്കോർഡ് ചെയ്യുമ്പോഴോ ഇതൊക്കെ തന്നെ സെറ്റ് ആയിക്കോളും. സോ ഇത്രയും വലിയൊരു ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്, ഇത്രയും വലിയൊരു ഫാം. സോ അതേ മാത്രമല്ല ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഇലക്ട്രിക്കലിയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുത്തു, അതെല്ലാം കഴിഞ്ഞു പോയി. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേരം വരേക്കും എല്ലാവർക്കും ബൈ ബൈ, സി യു, ഗുഡ് ബൈ. സോ പിന്നെ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. സോ ബൈ ബൈ.